നിർധനരായ രോഗികൾക്ക് കൈത്താങ്ങായി മെഡിസിൻ ബാങ്ക് പദ്ധതിയുമായി പീസ് ലവേഴ്സ്. ബാക്കി വരുന്ന മരുന്നുകൾ ശേഖരിച്ച് സൗജന്യമായി വിതരണം ചെയ്യുന്നു. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപക വെഡ്ഡിങ്സ്, നോർത്ത് പറവൂർ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് പീസ് ലവേഴ്സ് എടവനക്കാടിന്റെ നേതൃത്വത്തിൽ മെഡിസിൻ ബാങ്ക് പദ്ധതി ആരംഭിച്ചു. വീടുകളിൽ ഉപയോഗം കഴിഞ്ഞ് ബാക്കി വരുന്ന മരുന്നുകൾ ശേഖരിച്ച് നിർധനരായ രോഗികൾക്ക് നൽകുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ ഉദ്ഘാടനം എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA സാജിദ് നിർവഹിച്ചു. എടവനക്കാട് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മെഡിസിൻ ബാങ്ക് പെട്ടിയിൽ മരുന്നുകൾ നിക്ഷേപിച്ചുകൊണ്ടാണ് പദ്ധതിയുടെ ഉദ്ഘാടനം. ഇവിടെ പഞ്ചായത്ത് ഓഫീസ് അല്ലാതെ നമുക്ക് വേറെ എവിടെ വേണമെങ്കിലും വെക്കാം. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ ഇതിന് കിട്ടുന്ന ഒരു അംഗീകാരവും പിന്തുണയും ഇപ്പം കിട്ടുന്നത് പോലെ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കി ഇവരുടെ കത്ത് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അജണ്ടയിൽ വെച്ചപ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉയർന്നു വന്നു. ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് നമ്മുടെ പഞ്ചായത്തിൻ്റെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള നമ്മുടെ എടവനക്കാട് FHCയിലെ ഡോക്ടർക്ക് നമ്മൾ കത്ത് കൊടുത്തു. ഡോക്ടർ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു മറുപടി തന്നു. നല്ല ഒരു പദ്ധതിയാണ്, ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തണം, വെയിൽ കൊള്ളാൻ പാടില്ല, തണുപ്പ് അധികം വയ്ക്കാൻ പാടില്ല, അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ തന്നു. പിന്നെ ഇത് വളരെ വിതരണം ചെയ്യുന്ന കാര്യത്തിനകത്ത് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഒരു സംവിധാനം ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം പീസ് ലവേഴ്സ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിഗണിക്കുകയും അതനുസരിച്ചുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെഡിസിൻ ബോക്സ് ഇവിടെ വെക്കുന്നത്. മെഡിസിൻ ബാങ്ക് പ്രൊജക്ട് മാനേജർ മനഫ് എടവനക്കാട് പദ്ധതി വിശദീകരണം നടത്തി. ഇന്നിവിടെ ഒരു എടവനക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ്, അതായത് മനുഷ്യർ തമ്മിൽ സഹവർത്തിത്വവും കരുണയും ഷെയർ ചെയ്യുന്നൊരു പ്രോജക്റ്റ് ഇന്ന് നമ്മുടെ വലിയൊരു അംബിഷനാണ്. വലിയൊരു വളരെ വ്യാപകമായി വളരെ വലുതായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഉദ്ഘാടനമാണ് വാസ്തവത്തിൽ നടക്കുന്നത്. ഇത് മെഡിസിൻ ബാങ്ക് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മരുന്ന് ആവശ്യമായ ആൾക്കാർക്ക് മരുന്ന് വേസ്റ്റായിട്ട് വരുന്ന ആ മരുന്ന് എത്തിക്കുന്ന രീതി അവർ തമ്മിൽ പരസ്പരം അറിയാം. ഇത് വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ വീടുകളിൽ അലമാരകളിലും അല്ലെങ്കിൽ മരുന്ന് പെട്ടിയിലൊക്കെ ധാരാളം മരുന്നുകൾ ഇരിക്കുന്നുണ്ടാവും ഉപയോഗിക്കാൻ. നമ്മളിടയ്ക്കത് വൃത്തിയാക്കുന്ന സമയത്ത് ആ മരുന്ന് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞു, അതിന് കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് ചവറ്റുകൊട്ടയിലിടും അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റൊക്കെ കളയും. ഇത് അതേസമയം തന്നെ നമ്മളുടെ 2 വീടിനപ്പുറത്ത് അല്ലെങ്കിൽ 4 വീടിനപ്പുറത്ത് അല്ലെങ്കിൽ അടുത്ത സ്ട്രീറ്റിൽ ഇതേ മരുന്ന് ആവശ്യമുള്ള അത് വാങ്ങാൻ കഴിയാത്ത വ്യക്തികളുണ്ടാവും. അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി പറ്റില്ല. മറ്റ് സാമ്പത്തിക ചുറ്റുപാടുകളെല്ലാം നോക്കുമ്പോൾ അവർക്ക് ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് വാങ്ങാനുള്ള ചുറ്റുപാടില്ല. പക്ഷേ ഒരു സ്ഥലത്ത് അത് ആവശ്യക്കാരുണ്ടാവുകയും മറ്റൊരു സ്ഥലത്ത് വെറുതെ വേസ്റ്റായി കളയുകയും ചെയ്യും. അപ്പോൾ ശരിക്കും മെഡിസിൻ ബാങ്കിനുള്ള പ്രൊജക്റ്റിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഇവർ തമ്മിൽ കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഈ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാന്നുള്ളതാണ്. ഈ 2 പേരും അത് അവർ തമ്മിൽ അറിയാതെ, അതായത് കൊടുക്കുന്ന ആൾ അറിയുന്നില്ല അവരുടെ മരുന്ന് ആരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, അതുപോലെ വാങ്ങുന്ന ആൾ അറിയുന്നില്ല ഇത് ആര് തന്നെ മരുന്നാണെന്നുള്ളത്. അപ്പോൾ അവർ തമ്മിൽ അറിയാതെ ഇത് വലിയൊരു കൺസെപ്റ്റാണ്. അവർ പീസ് ലവേഴ്സ് എടവനക്കാട് ചെയർമാൻ KK അലിക്കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. നമുക്ക് പ്രചോദനമായത് ആലുവ പ്രദേശത്ത് ഇന്നത്തെ പേപ്പറിൽ ഇന്നത്തെ മാധ്യമത്തിൽ അതിൻ്റെ കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ട് 156 ബോക്സ് ഇതുവരെയായിട്ട് അവർ 8 കോടി രൂപയോളം വരുന്ന മെഡിസിനുകൾ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് തരുന്നുണ്ട്. അതിൻ്റെ സെക്രട്ടറി എൻ്റെ ഒരു സുഹൃത്തുമായ ശ്രീ അംസകോയ ഇവിടെ വന്നിട്ട് നമുക്കത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ പ്രീസിയും കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. ആദ്യത്തെ യോജന വിഷയം അവതരിച്ചപ്പോൾ അതിൽ തന്നെ ബോക്സിന് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അതോടൊപ്പം തന്നെ ഈ വിവരം അറിഞ്ഞ വഴി തന്നെ ഇതുപോലെ സാമൂഹ്യങ്ങളിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന നായരമ്പലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സ് അവരും വളരെ ആവേശത്തോടെ തന്നെ മുന്നോട്ട് വരികയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെയും കൂടി സഹകരണത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. ചടങ്ങിൽ നായരമ്പലം ഹീലിംഗ് ഹാൻഡ്സ് പ്രതിനിധികളായ KA നാസർ, KA അബ്ദുൾ അസീസ്, KA ഇല്യാസ്, പ്രൊഫസർ PK അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. ഹെൽപ്പിംഗ് ഹാൻഡ്സ്
വനിതാ പ്രതിനിധികളും പങ്കെടുത്തു. എടവനക്കാടും പരിസര പ്രദേശങ്ങളിലുമായി സ്ഥാപിക്കുന്ന പെട്ടികളിൽ പ്രദേശവാസികൾ ബാക്കി വരുന്ന മരുന്നുകൾ നിക്ഷേപിക്കുകയും അവ പീസ് ലവേഴ്സ് പ്രവർത്തകർ ശേഖരിച്ച് എടവനക്കാട് ശ്രേയസ് ആശുപത്രിയുടെ സഹകരണത്തോടെ ആവശ്യക്കാരിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് മരുന്ന് ലഭ്യമാക്കി അവരുടെ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ ഈ പദ്ധതി സഹായകരമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്.